നമസ്കാരം. മണി ബാക്കിലേക്ക് സ്വാഗതം. 2013 മുതൽ കടുത്ത സാമ്പത്തിക മാന്ദ്യം നേരിടുകയാണ് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് രംഗം. ഈ രംഗത്ത് സ്ഥിതിഗതികൾ വീണ്ടും ഗുരുതരം ആകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. ഈ അടുത്ത കാലത്ത് മുംബൈ ആസ്ഥാനമായ ലെസിസ് ഫോറസ് എന്ന റിയൽ എസ്റ്റേറ്റ് റേറ്റിംഗ് ഏജൻസി നടത്തിയ പഠനത്തിൽ ഈ രംഗത്തെ മാന്ദ്യം തൽക്കാലം അകലുന്നതിന് സാധ്യതയില്ല എന്നുള്ള നിരീക്ഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി മൂലം ഇന്ത്യയിലെ ബിൽഡർമാർ കടുത്ത കടക്കെണിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനം നടത്തിയ പഠനം വ്യക്തമാക്കുന്നത്. ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും മറ്റും വിറ്റു പോകാതിരിക്കുന്നതും അതുപോലെ തന്നെ അഡ്വാൻസ് നൽകിയുള്ള ബുക്കിംഗ് വളരെ ഗണ്യമായി കുറഞ്ഞതുമാണ് ബിൽഡർമാർക്ക് പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. 2008 മുതലുള്ള 10 വർഷക്കാലത്തിനിടയിൽ വിൽപ്പന 1.3 ഇരട്ടിയായി വർദ്ധിച്ചപ്പോൾ വിറ്റ് പോകാതെ കിടക്കുന്ന ഫ്ലാറ്റുകളുടെയും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളുടെയും എണ്ണത്തിലുണ്ടായ വർധന 3.3 ഇരട്ടിയാണ്. ബിൽഡർമാരുടെ ഭാഷയിൽ പറയുന്ന വിറ്റ് പോകാതെ കിടക്കുന്ന ഇൻവെൻട്രി 2008 2.43 ലക്ഷം ആയിരുന്നെങ്കിൽ 2018 ആയപ്പോൾ അത് 9.84 ലക്ഷമായി ഉയർന്നിരിക്കുകയാണ്. ഇതാണ് ഈ രംഗത്തെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി. ഈ ഒരു സാമ്പത്തിക സാഹചര്യം മൂലം ബിൽഡർമാരെ സംബന്ധിച്ചിടത്തോളം പണത്തിൻ്റെ അഭാവം അവരെ രൂക്ഷമായി വലയ്ക്കുകയാണ്. എല്ലാ മേഖലയെയും ചൂഴ്ന്നു നിൽക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ഫ്ലാറ്റുകളുടെയും മറ്റും വിൽപ്പന സാരമായ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായി പ്രകടമായിരിക്കുന്നത്. ബിൽഡർമാരുടെ അഭിപ്രായത്തിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് പൂനെ പോലുള്ള ചില നഗരങ്ങൾ മാത്രമാണ്. ഇന്നത്തെ തോതിൽ തന്നെ വിൽപ്പന നീങ്ങുകയാണെങ്കിൽ നിലവിലുള്ള ഇൻവെൻട്രി വിറ്റ് തീരുന്നതിന് ഏകദേശം 41 മാസം എടുക്കും എന്നാണ് ലെസിസ് ഫോറസ്റ്റിൻ്റെ പഠനം വ്യക്തമാക്കുന്നത്. ബിൽഡിംഗ് കമ്പനികൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കപ്പെടണമെങ്കിൽ വിൽപ്പനയിൽ 2.5 ഇരട്ടിയെങ്കിലും വർധനയുണ്ടാകണമെന്നാണ് ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂമിയുടെ വിലയുടെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ വലിയ തോതിലുള്ള ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതും അടുത്ത കാലത്തൊന്നും പ്രകടമായി മാറുന്നതിനുള്ള ഒരു സാധ്യത ഈ പഠനം കാണുന്നില്ല. ഭൂമിയുടെ വിലയും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രകടമായ തോതിൽ താഴുന്ന ഒരു പ്രവണതയാണ് കണ്ടത്. ഇക്കാര്യത്തിലും അടുത്ത കാലത്തൊന്നും കാര്യമായൊരു മാറ്റം ഉണ്ടാകാനിടയില്ല എന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. 2 രീതിയിലുള്ള പ്രതിസന്ധിയാണ് പൊതുവെ ബിൽഡർമാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അഡ്വാൻസ് നൽകി ബുക്കിംഗ് എടുക്കുന്നതിനുള്ള ആളുകളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന പ്രകടമായ കുറവാണ്. മറ്റൊന്ന്, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതുമൂലം കൂടുതൽ വായ്പ എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയും സംജാതമായിരിക്കുന്നു. നിലവിലെ പ്രതിസന്ധി മൂലം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കൂടുതൽ വായ്പ നൽകുന്നതിന് പല ബാങ്കുകളും വിമുഖത കാണിക്കുന്നതും ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലാറ്റുകളും മറ്റും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. ക്യാഷ് പർച്ചേസിൽ വില പരമാവധി പേശി കുറഞ്ഞ വിലയിൽ വാങ്ങിക്കുന്നതിനുള്ള അപൂർവ അവസരം കൂടിയാണ് ഇപ്പോഴത്തേത്. 2019 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം സാമ്പത്തിക രംഗത്ത് ഒരു ചലനമുണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഗുണപരമായ മാറ്റം സംജാതമാകുമെന്നാണ് ഈ രംഗത്തുള്ളവർ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് പലിശ നിരക്കുകൾ വീണ്ടും താഴുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. പണപ്പെരുപ്പ നിരക്കിൽ ഉണ്ടായ ഇടിവാണ് ഇതിന് പ്രധാന കാരണം. ഫെബ്രുവരി 7 ചേർന്ന റിസർവ് ബാങ്കിൻ്റെ വായ്പാ നയ അവലോകന സമിതിയുടെ യോഗത്തിൽ റെപ്പോ നിരക്ക് 6.5% നിന്നും 6.25% താഴ്ത്തുകയുണ്ടായി. പണപ്പെരുപ്പ നിരക്ക് ഡിസംബർ മാസം അവസാനം 2.2% താഴ്ന്നതാണ് ഇത്തരത്തിൽ നിരക്ക് കുറയ്ക്കാനുണ്ടായ പ്രധാന കാരണം. എന്നാൽ ജനുവരി മാസത്തെ കണക്ക് വന്നപ്പോൾ പണപ്പെരുപ്പ നിരക്ക്, ചില്ലറ വിൽപ്പനയെ ആധാരമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്ക് 2.05% താഴ്ന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പണപ്പെരുപ്പ നിരക്കിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇടിവാണ് വീണ്ടും ഒരു പലിശ ഇളവിനുള്ള സാധ്യത ഒരുക്കുന്നത്. മൊത്തവിലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പണപ്പെരുപ്പ നിരക്ക്
2.87% കുറഞ്ഞിട്ടുണ്ട്. റിസർവ് ബാങ്ക് തന്നെ ഹ്രസ്വകാലത്തേക്ക് പണപ്പെരുപ്പ നിരക്ക് 4% താഴ്ത്തി നിർത്തണം എന്നാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ പണപ്പെരുപ്പം അതിനേക്കാൾ ഏറെ കുറഞ്ഞ് 2% ചുറ്റിലുമായാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതുകൊണ്ട് അടുത്ത സാമ്പത്തിക നയാവലോകന യോഗത്തിൽ വീണ്ടും പലിശ നിരക്കുകൾ താഴ്ത്തും എന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ കരുതുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7.2% ആകും എന്ന് കണക്കുകൂട്ടുന്നു. ഇത് ലോകത്തെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ചൈനയെപ്പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ട ഒരു വളർച്ചാ നിരക്കായാണ് റിസർവ് ബാങ്ക് വിലയിരുത്തുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ, അതായത് 2019-20 വർഷത്തിൽ GDP വളർച്ചാ നിരക്ക് 7.4% ആയിരിക്കും എന്നാണ് റിസർവ് ബാങ്ക് കണക്കുകൂട്ടുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ വീണ്ടും ഒരു പലിശ കുറയ്ക്കുന്നതിനുള്ള സാമ്പത്തികമായ അനുകൂലമായ ഭൗതിക സാഹചര്യം ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന അടുത്ത വായ്പാ നയ അവലോകന യോഗത്തിൽ വീണ്ടും റിപ്പോ നിരക്കിൽ 0.25% വരെയെങ്കിലും കുറവുണ്ടാകുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. റബ്ബർ കൃഷി മേഖലയിലെ പ്രതിസന്ധി അതീവ ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ RSS 4 ഗ്രേഡിൻ്റെ വില 123 രൂപയിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അനിശ്ചിതമായി തുടരുന്ന ഇറക്കുമതിയാണ്. റബ്ബർ ബോർഡിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2018 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 4.49 ലക്ഷം ടൺ റബ്ബർ ഇന്ത്യയിലേക്ക് ഇറക്കുമതിയായി എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത്ര വൻതോതിൽ റബ്ബർ ഇറക്കുമതി ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇതിന് തടയിടുന്നതിനോ റബ്ബർ കർഷകരെ രക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ അവസ്ഥ. തികച്ചും കർഷക വിരുദ്ധമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് വ്യവസായികളെ സഹായിക്കുന്ന ഒരു സമീപനം റബ്ബർ ഇറക്കുമതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. റബ്ബർ ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം 2018 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള 9 മാസ കാലയളവിൽ മൊത്തം ഉൽപ്പാദനം 4.79 ലക്ഷം ടണ്ണായി കുറഞ്ഞു. മുൻവർഷം ഇതേ കാലയളവിൽ ഉൽപ്പാദനം 5.24 ലക്ഷം ടണ്ണായിരുന്നു. എന്നാൽ ഇറക്കുമതി കുത്തനെ ഉയർന്നു. ബോർഡിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം 4.49 ലക്ഷം ടൺ റബ്ബർ ഇറക്കുമതിയായി എത്തി. 2017 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇറക്കുമതിയായി എത്തിയത് 3.33 ലക്ഷം ടൺ മാത്രമായിരുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദനം കുറഞ്ഞ സാഹചര്യത്തിലും ഉപഭോഗം കൂടിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 9.22 ലക്ഷം ടണ്ണായിരുന്നു മൊത്തം ഉപഭോഗം. ഉൽപ്പാദനവും ഡിമാൻഡും തമ്മിലുള്ള വിടവ് ഇറക്കുമതി വഴി നികത്തപ്പെട്ടുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. വൻതോതിൽ ഉയർന്നുവരുന്ന ഇറക്കുമതി മൂലം ഇന്ത്യയിൽ റബ്ബർ വില ഏറെ താഴ്ന്ന നിലവാരത്തിലാണ്. 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് ശരാശരി 150 രൂപ ചെലവ് വരുമ്പോൾ മാർക്കറ്റിലെ ഇതിൻ്റെ വില 123 രൂപ മാത്രമാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ റബ്ബറിൻ്റെ ഉൽപ്പാദനവും ഇറക്കുമതിയും തുല്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്നത്തെ തോതിൽ ഉൽപ്പാദനം നീങ്ങിയാൽ 6 ലക്ഷം ടണ്ണിൻ്റെ ഉൽപ്പാദനം പ്രതീക്ഷിക്കാമെങ്കിൽ അത്രയും തന്നെ ഇറക്കുമതിയും ഉണ്ടാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജനുവരി മാസം ഉൽപ്പാദനം 1 ലക്ഷം ടണ്ണോളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും ചൂട് വർദ്ധിക്കുന്നതോടെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉൽപ്പാദനം കുറയും. 2012-13 സാമ്പത്തിക വർഷത്തിൽ 9.13 ലക്ഷം ടൺ ഉൽപ്പാദനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നാണ് ഈ തകർച്ച ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിൻ്റെ റബ്ബർ ഉൽപ്പാദനത്തിൽ 90% നടക്കുന്നത് കേരളത്തിലാണ്. ഇതുമൂലം കേരളത്തിനാണ് ഇത് കനത്ത തിരിച്ചടിയാവുന്നത്. 13 ലക്ഷം ഏക്കർ സ്ഥലത്താണ് കേരളത്തിൽ റബ്ബർ കൃഷി ഉള്ളത്. ഇതിൻ്റെ 93% ചെറുകിട ഇടത്തരം കർഷകരാണ്. ക്രമാതീതമായി തുടരുന്ന ഇറക്കുമതിയാണ് ആഭ്യന്തര മാർക്കറ്റിനെ തകർക്കുന്ന പ്രധാന ഘടകം. ഉൽപ്പാദനം പ്രകടമായി കുറഞ്ഞിട്ടും ഇന്ത്യയിൽ റബ്ബറിന് ദൗർലഭ്യം നേരിടുന്നില്ല. വിദേശത്തു നിന്നും ഗുണമേന്മ കുറഞ്ഞ SMR ഗ്രേഡ് റബ്ബർ ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ്. വിദേശ മാർക്കറ്റുകളിൽ ഈ ഗ്രേഡ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതിനാൽ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ഇത് ഒരു എളുപ്പമാർഗമായി സ്വീകരിക്കുകയാണ്. 2013 മുതൽക്കാണ് പ്രതിസന്ധി രൂക്ഷമായി തുടങ്ങിയത്. എന്നാൽ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ല.
ഡ്യൂട്ടി അടച്ചാൽ ഗുണമേന്മ നോക്കാതെ എത്ര ടൺ ഇറക്കുമതി ചെയ്യാനും വ്യവസായികൾക്ക് കഴിയും എന്നതാണ് സ്ഥിതി. സർക്കാരിൻ്റെ ഈ കർഷക വിരുദ്ധ നിലപാടാണ് റബ്ബർ മേഖലയെ തകർക്കുന്നത്. റബ്ബർ ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം 2017-18 സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദനം 6.94 ലക്ഷം ടണ്ണാണ്. ഇറക്കുമതി 4.69 ലക്ഷം ടണ്ണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഡിസംബർ വരെ 4.49 ലക്ഷം ടൺ ഇറക്കുമതിയായി എത്തിക്കഴിഞ്ഞു. അവശേഷിക്കുന്ന 3 മാസങ്ങളിലായി ഏകദേശം 1 ലക്ഷം ടൺ കൂടി എത്തുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഉൽപ്പാദനവും ഇറക്കുമതിയും ഏറെക്കുറെ തുല്യമാകും എന്നർത്ഥം. ഇന്ത്യയിൽ 12 ലക്ഷം ടണ്ണിൻ്റെ ആവശ്യമാണ് ഒരു വർഷം ഉള്ളത്. ഇതിൻ്റെ പകുതി പോലും ഉൽപ്പാദിപ്പിക്കാനാകാത്ത സ്ഥിതിയിലാണ് ആഭ്യന്തര ഉൽപ്പാദന രംഗം. കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ സ്വാഭാവിക റബ്ബറിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിക്കേണ്ട സാഹചര്യം വന്നു ചേരും. വാണിജ്യ മേഖലയിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹൈക്കോണിന്റെ പുതിയ മോഡലായ സോളിസ് സോളാർ ഇൻവെർട്ടറുകൾ പുറത്തിറക്കി. Launch the new product of Hycon. ലിഥിയം അയോൺ ബാറ്ററിയോട് കൂടി പുറത്തിറക്കിയ ഇൻവെർട്ടറിന് മറ്റ് ലെഡ് ആസിഡ് ബാറ്ററികളേക്കാൾ ഭാരക്കുറവും ലൈഫും കൂടുതലുണ്ട്. സൗരോർജ്ജ പവർ പ്ലാന്റുകളിൽ മാത്രം കാണുന്ന MPPT ചാർജർ സൗരോർജ്ജ ഇൻവെർട്ടറുകളെ ശക്തിപ്പെടുത്തുന്നതാണ്. മറ്റു സാധാരണ ഇൻവെർട്ടറുകളെ പോലെ കാര്യക്ഷമത അത്രമേൽ മികച്ചതായതിനാൽ സോളാർ പാനൽ ഇല്ലാതെയും 1 യൂണിറ്റോളം പവർ ദിവസവും സേവ് ചെയ്യുന്നു. ലിഥിയം അയോൺ ബാറ്ററികൾ വൈദ്യുതി ക്രമീകരിക്കാൻ ആവശ്യാനുസരണം എണ്ണം കൂട്ടിവെച്ച് ഇൻവെർട്ടർ പ്രവർത്തിക്കാം എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി കാണുന്ന സംവിധാനമാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഹൈക്കോൺ ലൈഫ് സീരീസ് ലിഥിയം അയോൺ ബാറ്ററി പാക്കുകൾ 1 മണിക്കൂർ കൊണ്ട് മുഴുവനായി ചാർജ് ചെയ്യാൻ സാധിക്കും. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയേക്കാൾ ലൈഫ് സീരീസ് ലിഥിയം അയോൺ ബാറ്ററിയുടെ ഒരു ഗുണം അത് എത്ര ചാർജ് ചെയ്യുന്നുവോ അതിന് അനുപാതമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം ബാക്കപ്പ് ടൈം കൂട്ടാൻ അധികം ബാറ്ററി പാക്കുകൾ കൂടി വെച്ച് ഉപയോഗിക്കാമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ദുബായ് ആസ്ഥാനമായ ഫ്ലൈ ദുബായ് കോഴിക്കോട്ടേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിച്ചു. ആദ്യ സർവീസ് ഫെബ്രുവരി 1 കോഴിക്കോട് പറന്നിറങ്ങി. ഇതോടെ കോഴിക്കോട്ടേക്ക് നേരിട്ട് വിമാന സർവീസ് നടത്തുന്ന ആദ്യത്തെ ദുബായ് ആസ്ഥാനമായ വിമാന കമ്പനിയാവുകയാണ് ഫ്ലൈ ദുബായ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകളാണ് ഫ്ലൈ ദുബായ് നടത്തുന്നത്. Passengers will have the opportunity to connect to Dubai onto a comprehensive network in GCC and explore other hidden gems such as Catania in Italy, Helsinki in Finland, and Zanzibar in Tanzania. Passengers can experience our business class service, including priority check-in on the ground, whilst enjoying comfortable spacious seats, a range of dining options and in-flight entertainment in the air. വെള്ളി, തിങ്കൾ, ബുധൻ ദിവസങ്ങളിലാണിത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 2 നിന്നും രാത്രി 8:20 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 1:45 കോഴിക്കോടെത്തും. അവിടെ നിന്ന് പുലർച്ചെ 3:05 പുറപ്പെടുന്ന വിമാനം 6:05 ദുബായിൽ എത്തിച്ചേരും. സൗഹൃദപരമായ സേവനങ്ങളിലൂടെ അതുല്യമായ അനുഭവങ്ങളാവും യാത്രക്കാർക്ക് ലഭിക്കുകയെന്ന് ഫ്ലൈ ദുബായ് അധികൃതർ പറയുന്നു. ഇക്കോണമി ക്ലാസ്സിൽ റിട്ടേൺ ടിക്കറ്റിന് 13,000 രൂപ മുതലാണ് നിരക്ക് തുടങ്ങുന്നത്. മാരിയറ്റ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 4 പോയിന്റ്സ് ബൈ ഷെറാട്ടൺ ഹോട്ടൽ കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്രിഗേഡ് ഗ്രൂപ്പാണ് ഹോട്ടലിന്റെ ഉടമകൾ. 23 സ്യൂട്ട് റൂമുകൾ ഉൾപ്പെടെ 218 വിശാലമായ മുറികളാണ് ഹോട്ടലിലുള്ളത്. 4 പോയിന്റ്സ് ബൈ ഷെറാട്ടൺ ബ്രാൻഡിലുള്ള രാജ്യത്തെ 12ാമത്തെ ഹോട്ടലാണിതെന്ന് മാരിയറ്റ് ഇന്റർനാഷണൽ സൗത്ത് ഏഷ്യ രാജ്യത്തെ 12ാമത്തെ ഹോട്ടലാണിത്. The Brigade Group for supporting us in creating such a beautiful hotel in such a beautiful location, which was very much needed in Info Park, which is the IT hub, and yet has a proximity to the attractions in and around Kochi, which makes this hotel as an ideal location for business traveler and also leisure travelism. So the hotel
has 218 rooms, which includes 2 executive suites with balcony, 10 deluxe suites and 11 extended stay suites to cater to people who are coming in for a long stay. In order to cater to the conference and social requests, we also have meeting space and large banquet space, around 5,000 square feet of the total capacity. So our main ballroom is about 2,500 square feet, and the space that you are here is about 1,000 square feet, along with a meeting room next door. Plus we have a 2,000 square feet of pre-function area at the banquet hall and a 3,900 square feet of lawn space. ബ്രിഗേഡ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആദ്യ ഹോട്ടൽ സംരംഭമാണ്. ദി ഈറ്ററി, ഓൾ സ്പൈസ്, ഡെയിലി എന്നീ റെസ്റ്റോറൻറ്റുകളും കേപ്പർ എന്ന ഹൈ എനർജി ലോഞ്ച് ബാറും ഹോട്ടലിന്റെ ഭാഗമായുണ്ട്. വിവാഹങ്ങൾക്കും മറ്റു കൂടിച്ചേരലുകൾക്കും അനുയോജ്യമായ 5000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ഥലവും ഹോട്ടലിലുണ്ട്. മഞ്ഞൾ കൃഷിക്ക് പേരുകേട്ട സംസ്ഥാനത്തെ കിഴക്കൻ മേഖലയിലെ കർഷകർ ദുരിതത്തിലാണ്. മഞ്ഞൾ എടുക്കുവാൻ കച്ചവടക്കാർ തയ്യാറാകാത്തതും മഞ്ഞളിന്റെ മാർക്കറ്റ് വില നിശ്ചയിക്കാത്തതുമാണ് മഞ്ഞൾ കർഷകർക്ക് തിരിച്ചടിയായിട്ടുള്ളത്. പ്രളയമടക്കമുള്ള വിവിധ കാരണങ്ങളാൽ മഞ്ഞൾ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിട്ടും കർഷകരിൽ നിന്ന് മഞ്ഞൾ ഏറ്റെടുക്കുവാൻ കച്ചവടക്കാർ മുന്നോട്ട് വരാത്തതാണ് മഞ്ഞൾ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. കറി പൗഡർ കമ്പനികളും പെയിന്റ് കമ്പനികളും മരുന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാതാക്കളുമാണ് പ്രധാനമായും മഞ്ഞളിന്റെ ആവശ്യക്കാർ. സംസ്ഥാനത്ത് ഉൽപ്പാദനം കുറഞ്ഞിട്ടും മഞ്ഞളിന്റെ ഡിമാൻഡ് ഉയരാത്തതാണ് കർഷകർക്ക് വിനയായത്. ഉൽപ്പാദനത്തിൽ വളരെ കുറവാണ്. പ്രളയം ബാധിച്ചുകൊണ്ടുകൂടി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം കൃഷി നശിച്ചു പോവുകയും അതനുസരിച്ച് വിളവിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ച് ഇതുവരെ മഞ്ഞളിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു മാർക്കറ്റ് വില നിലവാരമായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളമായി മഞ്ഞൾ ഇറക്കുമതി ചെയ്തതാണ് കേരളത്തിലെ മഞ്ഞൾ കർഷകർക്ക് തിരിച്ചടിയായത് എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ഉണങ്ങിയ മഞ്ഞളിന് 140 രൂപ വരെ കിലോയ്ക്ക് വില ലഭിച്ചിരുന്നു. എന്നാൽ ഈ വിലയ്ക്കും മഞ്ഞൾ എടുക്കാൻ കച്ചവടക്കാർ തയ്യാറാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. മഞ്ഞൾ ഏറ്റെടുക്കാൻ എത്തുന്നവർ കൃത്യമായി വില നിശ്ചയിക്കുന്നു പോലുമില്ല. കഴിഞ്ഞ തവണയൊക്കെ എല്ലാ വർഷവും ജനുവരി 15-നകം മഞ്ഞൾ വിപണിയിൽ മാർക്കറ്റ് ആവണയാണ്. ഇതിപ്പോൾ ഫെബ്രുവരി ഒരു 15-ഓടുകൂടി അടുക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത്രയും മാത്രം സമയമായിട്ടും മഞ്ഞളിന് കച്ചവടക്കാരും കർഷകരെ സമീപിക്കുന്നില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ പ്രളയത്തിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് താഴ്ന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലും കൃഷി നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അത്രമാത്രം ഉൽപ്പാദനം കുറഞ്ഞിട്ടും ഇതുവരെയും കൃഷിക്കാർക്ക് ഒരു ആശ്വാസമില്ല. മഞ്ഞളുമായി മലഞ്ചരക്ക് വ്യാപാരികളെ സമീപിച്ചാലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ വേണമെന്ന് കർഷകർ നിരന്തരമായി ആവശ്യപ്പെടുന്നു. ദുരിതം നേരിടുന്ന മഞ്ഞൾ കർഷകർക്ക് അടിയന്തരമായി സഹായം എത്തിക്കാൻ സർക്കാർ തലത്തിൽ നടപടിയുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. പാരമ്പര്യ ഊർജ്ജ മേഖലയിലെ സാങ്കേതിക ഉപയോഗ സാധ്യതകൾ കൂടുതൽ ആളുകളിലെത്തിച്ച് കേരളത്തെ മികച്ച മാതൃകയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 3ാമത് ഗ്രീൻ പവർ എക്സ്പോ കൊച്ചിയിൽ സംഘടിപ്പിച്ചു. പ്രദർശനം വൈദ്യുതി മന്ത്രി എം മണിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഊർജ്ജോൽപാദനത്തിൽ പിന്നിൽ നിൽക്കുന്ന കേരളത്തിനായി സൗരോർജ്ജത്തിൽ നിന്ന് 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പ്രയോജനപ്പെടുത്താവുന്നത് യഥാർത്ഥത്തിൽ സോളാർ മാർഗത്തിൽ കൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ആ രംഗത്ത് നമ്മൾ 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം എന്ന ലക്ഷ്യം വച്ചിട്ടുണ്ട്. ജലവൈദ്യുത പദ്ധതികൾ കൊണ്ട് മാത്രം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബദർ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി അറിയിച്ചു.
കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയം, കേരള സർക്കാർ, അനർട്ട്, ശുചിത്വ മിഷൻ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ സ്വകാര്യ കമ്പനികളിലാണ് ഗ്രീൻ പവർ എക്സ്പോ പ്രദർശനത്തിലെ സംഘാടകർ. 50ഓളം സ്റ്റാളുകളിലായി 80ലധികം കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. 70ഓളം സ്റ്റോളുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ 35+ കമ്പനികൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ മാർക്കറ്റ്, ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പല എക്സ്പോകൾ നടക്കാറുണ്ട്. പക്ഷേ കേരള മാർക്കറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ റെസിഡൻഷ്യൽ സെക്ടറിൽ ബൂമുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ അത്തരം മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എത്രത്തോളം ജനങ്ങളിലേക്ക് പുതിയ ടെക്നോളജികളെ ഫെമിലറൈസ് ചെയ്യാൻ പറ്റും, അതേപോലെ എത്രത്തോളം പുതിയ ടെക്നോളജീസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അത് പവർ റിന്യൂവബിൾ എനർജിയുടെ വീടുകളിൽ ചെയ്യുന്ന സിസ്റ്റംസ് മാത്രമല്ല, മറ്റു സിസ്റ്റംസും, അതായത് ഓട്ടോറിക്ഷയുണ്ട്, അതേപോലെ ബോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലും നമുക്ക് ഇന്ന് സോളാറിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ലൈവ് കിച്ചൺ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വലിയ കൊമേഴ്ഷ്യൽ സെക്ടറിലെല്ലാം ചെയ്യാൻ പറ്റുന്ന ലൈവ് കിച്ചണിൽ തന്നെയാണ് നമ്മളിവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന റിന്യൂവബിൾ എനർജി ഐറ്റം എന്ന് പറയുന്നത് സോളാർ പവർ ജനറേഷനാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ്, അല്ലെങ്കിൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻസ്, ഹൈബ്രിഡ് സോളാർ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്, ബാറ്ററി ഇല്ലാതെ ഇലക്ട്രിസിറ്റിയുടെ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റംസ് ഉണ്ട്. മണി ബാക്കിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ സാമ്പത്തിക വാർത്തകളും വിശകലനങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.